ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഔഷധ ഗുണമുള്ള ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ഔഷധ ഗുണമുള്ളതാക്കുന്നത് ചങ്ങലം പരണ്ട എന്നൊരു ഔഷധ സസ്യമാണ്. ഇതിന് സംസ്കൃതത്തിൽ പറയുന്നത് അസ്ഥി സംഹാരി എന്നാണ്. തമിഴ്നാട്ടിലുള്ളവരാട്ടോ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടുത്തെ പാട്യ വൈദ്യ സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി നല്ല അറിവാട്ടോ ഉള്ളത്. ഇതിലേക്ക് അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഓക്സലേറ്റ്, കൊഴുപ്പ്, കെരാറ്റിൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവയാട്ടോ. അതുകൊണ്ട് തന്നെ ഒടിഞ്ഞ അസ്ഥി വേഗത്തിൽ കൂടിച്ചേരാനും സന്ധിവേദന, തേയ്മാനം, നടുവേദന, മുട്ടുവേദനയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും ഈ ഔഷധം സഹായിക്കുന്നുണ്ട്. അതുപോലെ വണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനൊക്കെ ഏറെ സഹായകരമാണ്. മുടിയുടെ ആരോഗ്യത്തിനും അമിത ആർത്തവം, വിശപ്പില്ലായ്മയ്ക്കൊക്കെ നല്ല അത്യുത്തമമാണ്. ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കും, അത് നല്ല ഗുണമുള്ളതാണ്. ഈ സസ്യത്തെ പറ്റി ഞാൻ അറിഞ്ഞത് എൻ്റെ അപ്പച്ചി 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് വീണായിരുന്നു. അപ്പോൾ കൈയെല്ലാം തുടയിലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഇത് ഊറി പിടിക്കാൻ ഒരുപാട് താമസം എടുത്തു. അപ്പോഴാണ് ഈ ചങ്ങലം പരണ്ടയെ പറ്റി അറിയുന്നതും അതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയുന്നതൊക്കെ. ഇപ്പോൾ 1 മാസമായിട്ട് പല വിഭവങ്ങളിൽ ഈ ഒരു ഔഷധ സസ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല മാറ്റമാണുള്ളത്. നമ്മളെ വീട്ടിലുള്ള മുത്തശ്ശിമാരുടെ അടുത്ത്, ഉമ്മാമ്മമാരടുത്തൊക്കെ ഈ സസ്യത്തിനെ പറ്റി ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും. അപ്പം ഇന്ന് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിയാണ്. ഇതുകൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ഒക്കെ വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ചങ്ങലം പരണ്ടയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം തൊലി കളയുക. കുറച്ച് ചൊറിച്ചിലുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അസ്ഥി യോജിപ്പിച്ചേക്കുന്ന കണക്കാട്ടോ ഈ ഒരു സസ്യത്തിൻ്റെ ആകൃതി. അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം. പണ്ടൊക്കെ മുറിവും ചതവും ഉള്ളിടത്തൊക്കെ ഈ ഒരു ഔഷധ സസ്യം ചതച്ച് കൂട്ടിക്കെട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലുകളിൽ ജോയിൻ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നോക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് പുളി, എരിവിനാവശ്യമായ മുളക്, കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചങ്ങലം പരണ്ട ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, മുളകും ഇട്ട് കൊടുക്കാം, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പണ്ട് കാലത്തെ എക്സ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാടൊന്നും മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഈ തേങ്ങ. ഇത്രയൊക്കെ മതിയാകും. ഇനി നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ചൂടാറി ഈ കൂട്ടൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് ചങ്ങലം പരണ്ട കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഔഷധ ഗുണമുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിക്ക് കോമ്പിനേഷൻ നല്ല കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ ആട്ടോ. ആവിയിൽ പുഴുങ്ങിയെടുത്തതാണെങ്കിൽ നന്നായിരിക്കും. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇനി ഈ ചങ്ങലം പരണ്ടയുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ. പലതിനും പല രുചിക്കൂട്ടാണ്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനും ആ വിഭവങ്ങളുടെ കൂട്ടറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ഒക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.